വിജയൻ സാറല്ലേ? ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ? ആതിരാപ്പള്ളി സ്റ്റേഷനിൽ വെച്ച അയാൾ തന്നെ ശരിക്കും പൂശിയതാണ് നാറി. കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓ, ഫോൺ വരാൻ കണ്ട നേരം. എടി 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 പിന്നെ വിളിയടി, ഇപ്പോൾ വിളിക്കല്ലേ, ഞാനായിട്ട് വരട്ടെ. എന്നിട്ട് ശരി ശരി. ഇച്ചിരി ഉള്ളായിരുന്നേ സാറേ. പഴയ ഉടായ്പ ഇപ്പോഴും ഉണ്ടല്ലേ? ഇല്ല, അതൊക്കെ നിർത്തി. കള്ളമ്പപ്പനല്ലേ? കള്ളമ്പപ്പനാണ് സാർ. എന്നാ അറിയോ സാറ്? വിജയൻ സാറല്ലേ? വിജയൻ സാറാണ്. ഞാൻ വണ്ടി സ്റ്റേഷനിൽ ഇരുന്ന അറിയാലോ. എനിക്കറിയാം. ഇവിടെ ആ വീടില്ലേ? അവിടെ പണ്ടൊരു ചെല്ലമ്മ താമസിച്ചിരുന്നു. താമസിച്ചിരുന്നു. അവരിപ്പോ എവിടെ? അവര് ഉണ്ട് സാറേ, അവർക്ക് വട്ടായിപ്പോയി. അതൊരു വലിയ കഥയാണ് സാറേ. അവരുടെ മകനെ ഒരു ദിവസം ഈ പുഴയിൽ ചത്ത് കിടന്നു. എനിക്കറിയാം, ഞങ്ങളെല്ലാം കൂടെ സാറുണ്ടായിരുന്നല്ല. അതിൽ പിന്നെ അവർക്ക് വട്ടായിപ്പോയി. അവരിവിടെ എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു. ഞാനന്നേ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ട് ഇവിടെ വയനാടായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴായിരുന്നു. അപ്പൊ ഈ ചെല്ലമ്മനെ ഒന്ന് കണ്ടാ കൊള്ളായിരുന്നടാ. അവരിപ്പോ എവിടെ കാണും? അവരിവിടെ എവിടെയോ കാണും സാറേ. ആണോ? വളരെ കഷ്ടപ്പെട്ട് ആണ് അവർ ആ ചെറുക്കം പോയി കഴിഞ്ഞപ്പോഴേ ഭ്രാന്തായി പോയിട്ട് ഇവിടെ ഇവിടെ കാണും. അല്ല, അവരുടെ ഒരു ഭർത്താവ് അതന്ന് പണ്ട് അയാളെ ഇട്ടച്ച് പോയായിരുന്നു. അവരൊന്ന് നമുക്കൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. എന്താ സാറേ പ്രത്യേകിച്ച് വല്ല വിഷയമുണ്ട്? പിന്നെ നീ ഫ്രീ ആണോ? രാത്രിയിലൊരു ചെറിയ പരിപാടി ഉണ്ട്. മോഷണല്ലേ? അതല്ലേ സാറേ പഠിച്ചത്, അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ഐഡിയ ഉണ്ടായാലും നീ ഒന്ന് പഠിക്കരുത് സാറേ. കള്ളൻ എപ്പോഴും കള്ളൻ തന്നെയാണ് സാറേ. പക്ഷേ പുതിയ പിള്ളേർ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്, അറിയാലോ. അവർ പൊക്കിയെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണത്തില്ല. നീ വാ നമുക്ക് അവരെ ഒന്ന് നോക്കാം. എവിടെ പോകാനാണ് സാറേ? എന്നെ ആടാന്ന് പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഞാൻ എത്ര മദ്യപിച്ചിട്ടില്ല. ഉറക്കം കിട്ടുന്നില്ല. ഒരു സിഗരറ്റ് കിട്ടിയിരുന്ന കൊള്ളായിരുന്നു. സിഗരറ്റ് ഒരെണ്ണം വേണമായിരുന്നു. പിന്നെ നീ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു വേണ്ട ഒരാപ്പോടെ ഒരു ഉറക്കയില്ലട. ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ആ തള്ളേനെ നമ്മൾ കണ്ടില്ലേ? അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ പ്രയാസം കൂടി. ഇവിടെ ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിലിരുന്നതിനൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നെ കുറെ പൂശിയതല്ലേ. അന്നൊരു സംഭവമുണ്ട്. ഇവിടെ അന്നേ ഈ രാത്രി കാലങ്ങളിൽ സൈക്കിളിൽ ലൈറ്റില്ലാതെ ചിലരൊക്കെ വരും. അവരെ ഞങ്ങൾ പിടിച്ച് വരട്ടി ഇച്ചിരി ചില്ലറ അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ആ പയ്യൻ വന്നത്. ഇന്നലെ ഞാൻ നിന്നെ പിടിയിട്ട് തന്നെ പറഞ്ഞു വിട്ടോ. ലൈറ്റില്ലാതെ വരട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സാറേ പറ്റിപ്പോയി സാറേ. എന്ത് പറ്റിപ്പോയി? സാറേ എനിക്ക് ഇനി കുറെ ദൂരം പോകണ്ട് സാറേ. അമ്മ ഒറ്റയ്ക്കേ ഉള്ളു സാറേ. എനിക്ക് പോകണ്ടായിരുന്നു സാറേ. എന്നാ പരിപാടി നിനക്ക്? ഞാൻ ഷാപ്പിൽ പോയിട്ട് വരുവാ സാറേ. ഷാപ്പിൽ എന്നാ പരിപാടി? ഷാപ്പിൽ പത്രമൊക്കെ കഴിയുക സാറേ. വൈകുന്നേരം വരെ വേണ്ട ഉണ്ടല്ലോ. നോക്കട്ടെ. 2 രൂപ വേണ്ട എന്നിട്ടാണ് അവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞാ. കാറ്റ് ഞാനിപ്പോൾ ഊരുന്നില്ല കേട്ടോ. 5 രൂപ ഫൈനായിട്ടുണ്ട്. 2 രൂപ 2 രൂപ കിട്ടൂ സാറേ. അത് വേണം സാറേ. വീട്ടിൽ കൊടുക്കണ്ടേ സാറേ അമ്മയ്ക്ക്. അതിൽ ഞങ്ങൾ പട്ടിണിയാണ് സാറേ. എന്തോ സാറേ. എടാ നീ കരഞ്ഞൊന്നും കാണിക്കണ്ട. നീ എടുത്തിട്ട് പോടാ. സാറിന് ഇനി ഡ്യൂട്ടി അല്ലല്ലോ. ഇനി ഡ്യൂട്ടി അല്ലെന്നാ? എടാ പോലീസുകാരൻ ഡ്യൂട്ടി ആണല്ലോ ഇല്ലെങ്കിലും പോലീസുകാരൻ തന്നെ.
സാറാണല്ലേ ആ പയ്യനെ കൊന്നത്? പറ്റിപ്പോയടാ. ഇത്തിരിക്കില്ലാത്ത കൊച്ചിനെ കൊന്നിട്ട് പറ്റിപ്പോയെന്നാ? ആരോടാണ് സാറേ ഈ പറയുന്നത്? അത് പറ്റിപ്പോയി. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതാരോടും പറയരുത് കേട്ടോ. ഞാൻ ആരോടും പറയാൻ പോലില്ല. ഞാൻ നിന്നോട് പറഞ്ഞപ്പോഴേ എന്തോ ഒരു 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 ആശ്വാസം കിട്ടിയ പോലെ ഉണ്ടേ. നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാനിതാരോട് പറയാണ് സാറേ? ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ താറാകത്താകല്ലേ? അതൊന്നും ആകത്തില്ല. മുത്തൂറ്റിലടക്കാനൊരു 6000 രൂപ കാണുക. നീ എന്നെ ഇതിൻ്റെ പേരിൽ എന്നെ ഊറ്റാൻ നോക്കിയാണോ നീ? സാറിനെ ഞാൻ അങ്ങനെ എടാ, ഒരുത്തൻ്റെ ഒരു ചലനം കാണുമ്പോഴേ അറിയാനുള്ള കഴിവൊക്കെ ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് കേട്ടാ. നീ കൂടുതൽ കൊണക്കാൻ നിൽക്കരുത് കേട്ടാ. നീ എങ്ങാനും പറഞ്ഞാ നീ